ഹായ് ബോയ്സ്, എന്താണ് ഏതാണ് ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ്, ഇതും നാച്ചുറലായി അതിന് പറ്റിയ കുറച്ച് വഴികൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ പല രീതിയിലും ഡിക്ലൈൻ ആയിട്ടുള്ളത്. പണ്ടുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് മുമ്പൊക്കെ ഫിസിക്കലായിട്ട് ആളുകൾ ജോലിയിൽ ഏർപ്പെടണമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ നല്ല രീതിക്ക് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റോസ്റ്ററോണിന്റെ ഇംബാലൻസിനെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് ലൈഫ് സ്റ്റൈല്, പിന്നെ ന്യൂട്രീഷൻ, പിന്നെ നമ്മൾ എങ്ങനെ വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് എന്റെ മാമന്മാരൊക്കെ ഒരു 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്നൊക്കെ പറയണത് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ കോലത്തിലാണ് അവരൊക്കെ 10ാം ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ടെസ്റ്റോസ്റ്ററോണിന്റെ ആ ലെവല് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ലോ ആണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ എന്നത് മനസ്സിലാക്കണം. 4ൽ ഒരാൾക്ക് ഇപ്പോഴത്തെ ബേസ് ലൈൻ, ഇപ്പൊ പഴയ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു 10-60 വർഷം മുന്നേ ഉള്ളവർക്കുള്ള ടെസ്റ്റോസ്റ്ററോണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരി തന്നെയാണ്, നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്. പക്ഷെ ഇപ്പൊ ഒരു നോർമൽ ലെവൽ ഉണ്ടെന്ന് വെക്കുക, ഒരു 500 നാനോഗ്രാമോ ഒരു 400 നാനോഗ്രാമോ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുക. പക്ഷെ അതിൽ നിന്നും ബേസ് ലൈനിൽ നിന്നും കുറവായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതായത് 4ൽ ഒരാൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ആ ബേസ് ലൈനിൽ നിന്നും കുറവായിട്ട് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് തന്നെയാണ് ഡിക്രീസ്ഡ് മസിൽ ഗ്രോത്ത്. മസിൽ എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ കാണാറുണ്ട്. ഫാറ്റിന്റെ കമ്പോണൻസ്, പിന്നെ എവിടെയോ ചെറിയൊരു മസിലും കുറച്ച് ബോണും. ഇതായിരിക്കും അവരുടെ ശരീരം. ഇതാണ് അവരുടെ ശരീരം. ക്രമാതീതമായിട്ട് വെയിറ്റ് കൂടുന്നത്, ലോ സെക്സ് ഡ്രൈവ്, അതായത് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു താല്പര്യം പോലും ഇല്ലാതെ പോകുന്നത്. അതായത് അതൊക്കെ ഒരു ഏകദേശം ഒരു 40-50 വയസ്സൊക്കെ ഉള്ള ആണുങ്ങളിലാണ് കണ്ടുവരാറുള്ളത് ലോ സെക്സ് ഡ്രൈവ്. പയ്യന്മാരുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ലെസ് മോട്ടിവേഷൻ. ഒരു കാര്യം ചെയ്യാനും ഉള്ളൊരു മനസ്സില്ല. ഒരു പുസ്തകം എടുത്തു വെച്ച് വായിക്കാൻ പോലും ഉള്ള മനസ്സില്ല. അവൻ ചെയ്യണത് പോട്ട്. ഈ ഇൻസ്റ്റഗ്രാം വന്നതിന് ശേഷം ഒരു സിനിമ ലാപ്പിൽ ഇരുന്ന് മുഴുവനായിട്ട് കണ്ടു തീർക്കാനുള്ള ക്ഷമ പോലും ഒരുത്തനും ഇല്ല. മോട്ടിവേഷൻ എന്ന് നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഡ്രൈവ് ഇല്ല. ഒരു സാധനവും തുടങ്ങി വെക്കാനായിട്ടുള്ള ഒരു ഇതില്ല. എന്തിനും മടിയാണ്. അപ്പം അത് ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. പിന്നെ എന്ത് ചെയ്യണതിന് മുന്നേയും തളർച്ച, എനിക്ക് വയ്യ, ഈ ഒരു മെന്റാലിറ്റി, ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല. എപ്പോഴും ക്ഷീണം, അങ്ങനെയുള്ള. കൊറോണയ്ക്ക് ശേഷം ശരിയാണ് പലർക്കും ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ആ ക്ഷീണമല്ല, ഇത് മടി പോലൊരു ക്ഷീണം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവ് തന്നെ. പിന്നെ അവിടെ എവിടെയും തട്ടിയും തെറിച്ചിട്ടുള്ള മൂഡ് സ്വിംഗ്, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലാവുക, ഇതൊക്കെ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രശ്നമാണ്. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിന്നിങ് ഹോർമോണാണ്, നമുക്ക് റിവാർഡിങ് ഹോർമോണാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, പടം വരച്ച് തീരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു അസൈൻമെന്റ് തന്നിരിക്കുന്നത് അത് ചെയ്ത് തീരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഞാനിപ്പോ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്, അതിന് അത്യാവശ്യം നല്ലൊരു ആളുകൾ കണ്ട് നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ ആ എത്രയും പണിയെടുത്തതിനുള്ള ഒരു റിവാർഡ് എനിക്ക് കിട്ടുമ്പോൾ എന്റെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആവുകയാണ്. ഞാൻ ചെയ്തത്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആവുകയാണ്. ഇത് നമുക്ക് ഓൾറെഡി ഒന്നും ചെയ്യാനുള്ള മനസ്സില്ല ഓൾറെഡി. പിന്നെ എങ്ങനെയാണ് ഇത് വീണ്ടും ബൂസ്റ്റ് ആവണം? നമ്മൾ ഒരു പടി പോലെ ഇത് കയറി പോകാനായിട്ട് നമ്മൾ അതിനെ സഹായിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ. ഒരു വിജയത്തിൽ നിന്ന് അടുത്ത വിജയം, വീണ്ടും അടുത്ത വിജയം, അങ്ങനെ നമുക്ക് ഇങ്ങനെ റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ഈ റിവാർഡ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. പിന്നെ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാർഡിയോ വാസ്കുലർ ഹെൽത്തും ഓൺ ദ ഹൈ എൻഡ് ഒരു പ്രോസ്ട്രേറ്റ് ക്യാൻസർ ലെവൽ വരെയൊക്കെ എത്തിപ്പെടാറുണ്ട്. ഞാൻ ഈ പറയാൻ പോണ കുറച്ച് ടിപ്സും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൽ നിന്ന് നല്ല വ്യത്യാസം വരാനുണ്ട്. ബേസ് ലെവലിൽ നിന്ന് താഴെ നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇത് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് വലിയൊരു സ്കൈ റോക്കറ്റ് ആയിട്ടുള്ള ഒരു മസിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ഓൺ ദ ലോങ് റൺ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും. നമുക്കൊരു ഡിസിപ്ലിനോടെ കൊണ്ടുപോകാനും നല്ലൊരു മസിൽ ഗെയിനും കാര്യങ്ങളും ഉണ്ടാവാനും ഇത് സഹായിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓബ്വിയസ് ആയിട്ട് ഞാൻ പറയാൻ പോണ എന്താണെന്ന് അറിയാം, പലരും ഇത് ചെയ്യണമുണ്ടായിരിക്കും. വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം. അപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ജിമ്മിൽ പോണതും വർക്കൗട്ട് ചെയ്യാൻ പോണതും രണ്ടും രണ്ടാണ്. എവിടെ പോകണം എന്ന് ചോദിച്ചാൽ ജിമ്മിൽ പോകണം എന്ന് പറയണുണ്ട്. ജിമ്മിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഫോണിൽ കുത്താനും അവിടെ പോയി പെണ്ണുങ്ങളെ വായി നോക്കാനും പോകണവന്മാരും ഉണ്ട്, വർക്കൗട്ട് ചെയ്യാൻ സീരിയസ് ആയിട്ട് പോണവന്മാരും ഉണ്ട്. ജിമ്മിൽ പോണതിലല്ല കാര്യം, അവിടെ പോയി വൃത്തിയായിട്ട് ചെയ്യണതിലാണ് കാര്യം. ട്രെയിനിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. ചുമ്മാ പോയിട്ട് കാര്യമില്ല. ജിമ്മിൽ ട്രെയിനിങ് കറക്റ്റ് ആയിട്ട് ചെയ്യണം, എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ ടൈം കൺസ്യൂം ചെയ്യണതിൽ കുഴപ്പമില്ല, പക്ഷെ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ചെയ്യണം. സാധാരണ ട്രെയിൻ ചെയ്യണവന്മാരെക്കാളും കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യണവന്മാർക്ക് ടി ലെവലിൽ കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് കുറച്ചുകൂടെ കോമ്പൗണ്ട് ലിഫ്റ്റുകൾ വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ,
സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്സ്, ബെഞ്ച് പ്രസ്, ഓവർ ഹെഡ് പ്രസ്, ഇതേപോലുള്ള ഹെവി കോമ്പൗണ്ട് വർക്കൗട്ടുകൾ പ്രിക്കോഷനിൽ എടുക്കണം. യെസ്, നല്ല കറക്റ്റാ സേഫ് ആയിട്ട് ചെയ്യുകയും വേണം. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ടി ലെവൽ ഇംപ്രൂവ് ആയി കാണുന്നുണ്ട്. ഒപ്പം ഒരു ക്ലോസ്ഡ് ഫെയിലിയർ റേഞ്ചിൽ സെറ്റ് ചെയ്യണവർക്കാണ് ഇത് കുറച്ചുകൂടെ കണ്ടുവരാറ്. രണ്ടാമത്തെ സാധനം ഞാൻ പറയാൻ പോണത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. ഓവർ ട്രെയിനിങ്. നമുക്ക് അക്ഷമ എന്ന് പറഞ്ഞ സാധനം കാരണം നമ്മൾ ഓവർ ട്രെയിനിങ്, നമ്മളെ ബോഡി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇൻസ്റ്റഗ്രാമിൽ കണ്ട് നമ്മൾ ആ ഒരു മൈൻഡ് അങ്ങനെ ഹാർഡ്വെയർ ചെയ്ത് പോയിരിക്കണം. ഇത്രയും നല്ല ബോഡിയുള്ള ആളുകളെ പോലെ പെട്ടെന്ന് എത്തിപ്പെടണമെന്ന് ഉള്ള രീതിയിൽ ഓവർ ട്രെയിനിങ് ചെയ്യും. ഓവർ ട്രെയിനിങ് ചെയ്താലും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയാണ്. നമുക്കിങ്ങനെ ബോഡി ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് സ്ട്രെസ് എടുക്കും. സ്ട്രെസ് ടെസ്റ്റോസ്റ്ററോണിന്റെ ഏറ്റവും നല്ലൊരു ഇൻഹിബിറ്ററാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് ട്രെയിൻ ചെയ്താലും കാര്യമില്ല. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഫാറ്റ് വേണം. ഓവറായിട്ട് ബോഡി ഫാറ്റ് ഉള്ളവർക്കും ആണുങ്ങളിൽ എസ്ട്രജന്റെ ഒരു സാന്നിധ്യം കാണപ്പെടാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ സ്റ്റഡികളിൽ. എന്നും പറഞ്ഞ് നമ്മൾ സ്കിന്ന് ഒട്ടിയിരിക്കുന്ന രീതിയിൽ, നമ്മൾ കോമ്പറ്റീഷൻ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഷ്രെഡ് ആയിട്ട് ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ബോഡി ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കണം. ബോഡിലി ഫംഗ്ഷൻസിന് ബോഡി ഫാറ്റ് അത്യാവശ്യമാണ്. ആണുങ്ങളിൽ ഹെൽത്തി ലെവലായിട്ട് പറയണത് 10 to 15% ഇടയ്ക്ക് ബോഡി ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിൽ നിന്ന് കൂടുതലായിട്ട് ആയാൽ പ്രശ്നമാണ്. നമ്മുടെ ഹൈറ്റ് വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ കാര്യം. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബോഡി ബിൽഡിംഗ് ടീമിന് ഇപ്പൊ ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഇവരെ ഫോട്ടോയും അർണോൾഡ്, മൈക്ക് മെൻസർ ആ ടീമിന് മുന്നേ ഉള്ള ആളുകൾ, സിൽവർ എറയിലെ ആളുകളുടെ ബോഡി നമ്മൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. സിൽവർ എറയിലെ ആളുകൾ നോക്കിയാണ് അവർ എന്ത് ഹെൽത്തി ആയിട്ടാണ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് ഇറങ്ങുന്നത്. അതേസമയം യുവന്മാര് ഇത്രയും വാട്ടർ കട്ടും ചെയ്ത് മസിൽ തെളിയിക്കാനുള്ള ആ ഒരു പെടാപ്പാട് കാണുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് തട്ടിപ്പോണ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പം അത് അത്ര അൺഹെൽത്തിയാണ്. ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഈസ് വെരി അൺഹെൽത്തി. ഇത്രയും വാട്ടർ കട്ടും അത്രയും കാര്യങ്ങളും ചെയ്യണത് ഭയങ്കര സീനാണ്. കമ്പയർ ടു ഇത് നോക്ക്, നമ്മളെ സിൽവർ എറയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ഹെൽത്തിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ടാവും. നാലാമത്തെ പോയിന്റ്, ഡയറ്ററി ഫാറ്റ് ഇൻടേക്കും ടെസ്റ്റോസ്റ്ററോൺ ലെവലും എങ്ങനെ ബന്ധപ്പെട്ടു. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡയറ്ററി ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റ്, നമ്മുടെ ബോഡിയിലെ ഫാറ്റിൽ തന്നെ ഇത്ര കാലറീസ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ അത്യാവശ്യത്തിന് ഫാറ്റ്, നല്ല ഫാറ്റ് ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള നല്ല ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യണം ശരീരം. 1 gram ഫാറ്റിൽ 9 കാലറി ഉണ്ട്. നമുക്കിപ്പം ഒരു മെയിൻ്റനൻസ് കാലറി അല്ലെങ്കിൽ അത്യാവശ്യം എടുക്കേണ്ട കാലറി 2500 ആണെന്ന് വയ്ക്കുക. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിന്റെ 1/4, ഒരു 1/4 ഭാഗം ഫാറ്റിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതും ടെസ്റ്റോസ്റ്ററോൺ ലെവലിനെ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സഹായിക്കും. മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാലറി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫാറ്റ് കഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് എത്ര കഴിക്കണം എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഫാറ്റ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണമെന്നല്ല പറയണത് ഇവിടെ ആരും. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിന്റെ 1/4 ഭാഗം, 1/4 ഫാറ്റിൽ നിന്നായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അഞ്ചാമത്തെ പോയിന്റ്, നല്ല ഉറക്കം. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് ഈ ടോപ്പിക്കിനെ പറ്റി. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറക്കം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയൊക്കെ. സ്ലീപ്പ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കോർട്ടിസോളിന്റെ ലെവലിൽ ഡിസ്റപ്ഷൻ വരും. കോർട്ടിസോളിന്റെ ലെവൽ കൂടുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കുറയാണ് ചെയ്യണം. നമ്മൾ കറക്റ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ആ ഫോൺ എന്ന് പറഞ്ഞ പണ്ടാരം പിടിച്ച സാധനം ആദ്യം എടുത്ത് മാറ്റി വയ്ക്കും. നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ അവസാനം കാണുന്ന സാധനം ഫോൺ ആയിരിക്കരുത്. ഇത് ശബ്ദം എടുത്ത് നിന്നാലേ നമ്മുടെ ഉറക്കം കറക്റ്റ് ആവുള്ളൂ. നമ്മൾ അവസാനം കാണുന്ന സാധനം ഫോൺ ആയിരിക്കരുത്. കട്ടിലെന്ന് പറഞ്ഞ സാധനം ഉറങ്ങാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. കട്ടിലിൽ ഫോണും കൊണ്ട് കയറി കുത്തിക്കൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തത്. നമ്മുടെ ബോഡിക്ക് അറിഞ്ഞുകൂടാ ഇവൻ കിടക്കുമ്പോൾ ഉറങ്ങാനാണ്, കിടക്കുമ്പോൾ ഫോൺ കുത്താനാണ്. അപ്പൊ നമ്മൾ ഈ കട്ടിലിൽ കയറി കിടന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബോഡി വിചാരിക്കും, ഓ ഇവയുടെ ഫോണിൽ കുത്തിക്കൊണ്ടല്ലേ കിടക്കണത്, അവൻ ഉറങ്ങണമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് വീണ്ടും കിടക്കുമ്പോൾ ഇവൻ ഫോണിൽ കുത്താനായിരിക്കും കിടക്കുന്നത് എന്ന് പറഞ്ഞ് ബോഡി അതിനുള്ള കെമിക്കലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഉറക്കവും വരില്ല. ഇതാണ് സംഭവം നടക്കുന്നത്. രാത്രി ആയിരിക്കും, പകലും ആയിരിക്കും. പകല് വെളിച്ചമുള്ളതായിരിക്കും, രാത്രി ഇരുട്ടുള്ളതായിരിക്കും. രാത്രി മുഴുവൻ ഈ നൈറ്റ് ലൈഫ് എന്നും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണം. അമ്മ പറയണത് പണ്ടും പറയണത് ശരിയാണ്, ഇപ്പോഴും പറയണത് ശരിയാണ്. അതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഉറക്കം കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ ടെസ്റ്റോസ്റ്ററോൺ ലെവലിൽ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ കറക്റ്റ് ഒരു ഡീപ്പ് റെസ്റ്റിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് കിടന്ന് ഉറങ്ങി നോക്കും. ഒരാഴ്ച കിടന്ന് ഉറങ്ങി നോക്കും. മസിലൊക്കെ നല്ല സൈസ് വയ്ക്കും, നല്ല വ്യത്യാസം വരും. കാര്യം ഉറക്കത്തിലൂടെയാണ് നമ്മുടെ ബോഡി റിപ്പയർ ആവുന്നത്. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഡാമേജ് ആവണ മസിൽ എല്ലാം ഉറക്കത്തിലൂടെയാണ് റിപ്പയർ ആവുന്നത്. നമുക്ക് റെസ്റ്റ് വേണം. ആ റെസ്റ്റ് നല്ല ഉറക്കത്തിലൂടെ, ക്വാളിറ്റി ഉറക്കത്തിലൂടെയാണ് കിട്ടുന്നത്. ആറാമത്തെ പോയിന്റ്, സ്ട്രെസ് കുറയ്ക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലും ജോലി തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബം, കുട്ടി, പിള്ള, തള്ള, പിള്ള, അമ്മ, ഭാര്യ, എല്ലാവരെയും കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. ശരിയാണ്, സ്ട്രെസ് ഉണ്ട്. ബട്ട് ആസ് എ മാൻ നമ്മൾ സ്ട്രെസ്സിന് അടിമപ്പെടാൻ പാടില്ല. പൂർണ്ണമായിട്ടും
കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയൊന്നും എനിക്കില്ല. ബട്ട് നമുക്ക് ഒരു രീതിയിൽ വരെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ പല കാര്യങ്ങളും ശരിയാവും. ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു സാധനം വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ആണ്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. മെഡിറ്റേഷൻ നല്ലൊരു പരിപാടിയാണ് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്ത കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സ്ട്രെസ് കുറയും. ഏറ്റവും നല്ലൊരു പരിപാടിയാണ് മെഡിറ്റേഷൻ. ഏഴാമത്തെ പോയിന്റ്, സിങ്ക് കൺസംഷൻ. സിങ്ക് നമ്മൾ ആവശ്യത്തിന് കഴിക്കും. സിങ്ക് അടങ്ങിയ നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക. മാതളത്തിൽ നല്ല എമൗണ്ട് ഓഫ് സിങ്ക് ഉണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ പരിപാടിയാണെങ്കിൽ ഏത്തമ്പഴം, അതിൽ സിങ്ക് ഉണ്ട്. കുറച്ച് എമൗണ്ടിലാണെങ്കിലും സിങ്ക് ഉണ്ട്. അവക്കാഡോയിൽ നല്ല സിങ്ക് ഉണ്ട്. അവക്കാഡോ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ ഉറക്കം നല്ല രീതിയിൽ അടിപൊളിയാണ്. അതേപോലെ വേറൊരു സാധനമാണ് മെഗ്നീഷ്യം. ആവശ്യത്തിനുള്ള മെഗ്നീഷ്യം റിച്ച് ഫുഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ഡാർക്ക് ചോക്ലേറ്റ്, ഏത്തമ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, അതിലൊക്കെ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ചീരയിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ചീര കഴിക്കണമെന്ന് പറയുന്നത് അതിനുകൊണ്ടാണ്. പച്ച ചീര. ഇതിപ്പോ ഞാൻ പറയണത് തന്നെ കേൾക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം ഗൂഗിളിൽ കയറിയിട്ട് മെഗ്നീഷ്യം റിച്ച് ഫുഡ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലിസ്റ്റ് കിട്ടും. ഇഷ്ടംപോലെ സാധനങ്ങൾ. അതിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചാൽ മതി. സിങ്ക് ആയാലും അതേപോലെ. എട്ടാമത്തെ പോയിന്റ്, ആൽക്കഹോൾ കൺസ്യൂം. നമുക്ക് ആവശ്യത്തിനൊക്കെ വെള്ളം ആവാം. കൂടുതലായിട്ട് കിടന്ന് ഹരിചന്ദ്രൻ കളിക്കണമെന്ന് ഞാനും പറയുന്നില്ല. ബട്ട് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ഒരുപാടായാലും പ്രശ്നമാണ്. ബോഡിക്ക് അതിനനുസരിച്ച് റിക്കവർ ആവാൻ പറ്റില്ല. കാര്യം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പോയി വെള്ളം അടിക്കാൻ നിന്ന ശരീരത്തിലൊക്കെ അത് പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ബ്ലഡ് സ്ട്രീമിൽ അതൊക്കെ പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കും. അപ്പം ലിവറിന് നല്ല പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആൽക്കഹോൾ കൺസംഷൻ പറ്റിയാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അത്രയും നല്ലത്. ഇവിടെ നിർത്തണമെന്ന് അറിയണം. എല്ലാ കാര്യങ്ങളിലും എവിടെ നിർത്തണമെന്ന് നമ്മൾ സ്വയം അറിഞ്ഞിരിക്കും. 9ാമത്തെ പോയിന്റ്, കുറച്ചുകൂടെ വെയിൽ കൊള്ളും. രാവിലത്തെ വെയിൽ 6:30, 7:30 ആ സമയത്തിനിടയിലുള്ള വെയിൽ നല്ല രീതിയിൽ കൊള്ളുക. വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഫ്രീ ആയിട്ട് കിട്ടില്ലേ. നമ്മൾ സൺലൈറ്റിന്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ ചുമ്മാ നിന്നാൽ കർപ്പൂരിയിട്ട് അങ്ങനെ നിന്നാൽ, തുണി എടുത്തോണം കർപ്പൂരിയിട്ട് നിന്നാൽ മതി. സ്കിന്നിന്റെ പുറത്ത് ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ അതിൽ നിന്ന് സിന്തസിസ് ആയി വരുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. അത്ര മാത്രമല്ല, ഇനിയും ഉണ്ട് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് വഴികൾ. പക്ഷെ ഇതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ഉണ്ടായാൽ പെട്ടെന്ന് കയറി താടി വയ്ക്കുക. നമ്മൾ ഭയങ്കര മസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള വിചാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. നമ്മുടെ ജെനറ്റിക്സും ഇതിലൊരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ട് രീതിയിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് അല്ലാതെ സ്റ്റെറോയിഡ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതിലേക്കൊന്നും പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുതെന്ന് ആദ്യം മനസ്സിലാക്കുക. കുറുക്കു വഴികളിലേക്ക് പോകുന്നവയും പെട്ടെന്ന് തട്ടിയിടറി വീഴും. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരമാണ് നമുക്ക് ഏറ്റവും, നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത്. ഇത്രയും വഴികൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഡയറ്റ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൈഫ് സ്റ്റൈൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ പാർട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ സീരീസ് ആണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതങ്ങ് ഫോളോ ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള റിസൾട്ട് വരുവാണ്. ഒരാണായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ടെസ്റ്റോസ്റ്ററോണിന്റെ ആവശ്യം ശരീരത്തിലുണ്ട്. ആണായിട്ട് തന്നെ ഇരിക്കണം എപ്പോഴും. ഓക്കെ ബോയ്സ്, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.